വരും. അതിന് കാരണം സ്വതന്ത്രരുടെ സാന്നിധ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈരാറ്റുപേട്ട ഒഴികെയുള്ള മറ്റ് നഗരസഭകളിലെല്ലാം കോട്ടയം ജില്ലയിൽ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് UDF ആണ് എന്നത് വളരെ വ്യക്തമായ മുന്നേറ്റം മധ്യ കേരളത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലേക്ക് പോകുമ്പോഴും അതേ രീതിയിൽ തന്നെയാണ്. കട്ടപ്പനയിലും തൊടുപുഴയിലും UDF ആണ്. രണ്ടിടത്തും UDF. ഇടുക്കിയിലും കോട്ടയത്തും ഈ മുന്നേറ്റം കാഴ്ചവെക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കട്ടപ്പനയിലും തൊടുപുഴയിലും UDF ആണ്. അതേസമയം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നഗരസഭയിൽ അങ്കമാലിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. തൃപ്പൂണിത്തുറയിൽ NDA ആണ്, BJP ആണ്. അതേസമയം മറ്റ് മുനിസിപ്പാലിറ്റികളിൽ UDF ആണ്. ആലുവയിലും ഏലൂരിലും കളമശ്ശേരിയിലും കൊച്ചി കോർപ്പറേഷനിലും കൂത്താട്ടുകുളത്തും കോതമംഗലത്തും മരടിലും മൂവാറ്റുപുഴയിലും വടക്കൻ പറവൂരിലും പെരുമ്പാവൂരിലും പിറവത്തും തൃക്കാക്കരയിലും UDFന്റെ മുന്നേറ്റം എന്നുള്ളതാണ്. വലിയ കണക്കാണ് UDFന് സഹായകരമായിട്ട് മുനിസിപ്പാലിറ്റികളിൽ ഉള്ളത് എന്നതാണ്. തൃശ്ശൂർ ജില്ലയിലും LDFന് UDFിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് വന്നിരിക്കുന്നത്. ചാലക്കുടിയിൽ UDFനാണ് മുന്നേറ്റം. ചാവക്കാടും ഗുരുവായൂരും നിലനിർത്താൻ LDFന് കഴിയുന്നു. ഇരിങ്ങാലക്കുടയിൽ UDF ആണ്. കൊടുങ്ങല്ലൂരിലും കുന്നംകുളത്തും LDF ആണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ UDFന്റെ മുന്നേറ്റം. വടക്കാഞ്ചേരിയിൽ LDFന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ ജില്ലയിലും നഷ്ടം സംഭവിച്ചിരിക്കുന്നത് LDFനാണ്. അതായത് ഇത് UDFന്റെ തേരോട്ടം തന്നെ മുനിസിപ്പാലിറ്റികളിൽ മലപ്പുറത്ത് നോക്കേണ്ട കാര്യമില്ല. കോട്ടയിൽ ആകെ പൊന്നാനിയിൽ മാത്രമാണ് LDFന് ഒരു മേൽക്കൈ ഉള്ളത്. അവിടെ 10 സീറ്റിൽ LDFും 6 സീറ്റുകളിൽ UDFുമാണ്. ബാക്കി എല്ലായിടത്തും നിലമ്പൂരിൽ പോലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മുൻതൂക്കമുള്ളത് UDFനാണ്. 16-2 എന്നുള്ളതാണ്. ആകെ മെജോറിറ്റിക്ക് വേണ്ടത് 19 സീറ്റുകളാണ്. അതിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം. കൊണ്ടോട്ടിയും കോട്ടക്കലും മലപ്പുറവും മഞ്ചേരിയും ഉൾപ്പെടെ ഇപ്പോൾ വലിയ മുന്നേറ്റമാണ് UDF നടത്തുന്നത്. നിലമ്പൂർ, പരപ്പനങ്ങാടി, പെരിന്തൽമണ്ണ കോർപ്പറേഷനിലേക്ക് മുനിസിപ്പാലിറ്റി പരിശോധിക്കുമ്പോൾ ഇങ്ങനെ വ്യക്തമായി